നമസ്കാരം, എല്ലാവർക്കും സ്പിയർ മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സുനിൽ ദത്ത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ വർക്കൗട്ട് സെഷനാണ്. ലാസ്റ്റ് നടന്ന 7/10/2025 ഈ മാസം നടന്ന അസിസ്റ്റൻ്റ് ടൈം കീപ്പറിൻ്റെ എക്സാമിൻ്റെ മാത്സിനകത്തെ 10 ചോദ്യോത്തരങ്ങൾ, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ ഈ മുഴുവൻ വീഡിയോയും കാണാൻ എല്ലാവരും ശ്രമിക്കുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം അതെങ്ങനെയാണ്? 3 മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 90 സെൻറ്റിമീറ്റർ? 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. 3 മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 90 സെൻറ്റിമീറ്റർ എന്നല്ലേ ചോദിച്ചേ? നിങ്ങളിങ്ങനെ പറയണം, ഇത് 3 മീറ്ററാണ്, അത് 90 സെൻറ്റിമീറ്ററാണ്. 3 മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 90 സെൻറ്റിമീറ്റർ എന്ന് ചോദിച്ചാൽ ആദ്യം ഏത് കണക്ക് ചെയ്യണമെങ്കിലും ആ ചോദ്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ടേംസിൻ്റെയൊക്കെ യൂണിറ്റ് സെയിം ആയിരിക്കണം. സോ നമ്മുടെ ആദ്യത്തെ പോയിന്റ് ഇത് തന്നെയാണ്. ഏത് കണക്ക് ചെയ്യണമെങ്കിലും ആ കണക്കിനകത്ത് പറയുന്ന യൂണിറ്റ് എപ്പോഴും സെയിം ആയിരിക്കണം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും സെൻറ്റിമീറ്റർ ആക്കി പറയണം. 3 മീറ്ററിനെ മാറ്റിയിട്ട് നമുക്കത് എത്ര സെൻറ്റിമീറ്റർ എന്ന് പറയണം. എന്നിട്ട് നിങ്ങളിങ്ങനെ പറയണം, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. നിങ്ങൾ എന്ത് പറയണം? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണല്ലോ എന്നാ പറ. 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അവിടെ വെച്ച് നമ്മൾ പറയും 3 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ 100 ആണെങ്കിൽ 3 മീറ്റർ എന്ന് പറഞ്ഞാൽ 3 × 100 = 300 സെൻറ്റിമീറ്റർ ആണെന്ന് നമ്മൾ ആദ്യം പറയുമല്ലോ. ഒന്ന് പറഞ്ഞ മക്കളെ, നിങ്ങൾ അങ്ങനെ പറയണ്ടേ? 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 3 മീറ്റർ 300 സെൻറ്റിമീറ്റർ ആയല്ലേ എന്ന ചോദ്യം. 3 മീറ്ററിന്റെ എത്ര ശതമാനമാണ് 90 സെൻറ്റിമീറ്റർ? പറ. 3 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര? 300 സെൻറ്റിമീറ്റർ. സോ 300 സെൻറ്റിമീറ്ററിന്റെ എത്ര ശതമാനമാണ് 90 സെൻറ്റിമീറ്റർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. ആകെയുള്ളത് 300 സെൻറ്റിമീറ്റർ, ആകെയുള്ളത് 3 മീറ്റർ. ആ 3 മീറ്റർ അല്ലെങ്കിൽ ആകെയുള്ള 300 സെൻറ്റിമീറ്റർ താപ്പോട്ടം എഴുതണം. മനസ്സിലായേ? ആകെയുള്ള 300 ടോട്ടൽ എപ്പോഴും താപ്പോട്ടം എഴുതുക. ആകെയുള്ളത് എപ്പോഴും 300, അത് താപ്പോട്ടം എഴുതി. ടോട്ടൽ എപ്പോഴും താപ്പോട്ട് അത് എഴുതി. എന്ന് നമുക്ക് എത്ര വേണം? 90 എത്ര എന്ന് വേണം. ആ 90 വേണ്ടത് മേളിലോട്ട് എഴുതണം. എത്ര ശതമാനം നോക്കണ്ട, 90. ആ 90 മേളിലോട്ട് എഴുതി. നോക്കിയേ, ആകെയുള്ള 3 മീറ്റർ അല്ലെങ്കിൽ 300 സെൻറ്റിമീറ്റർ താഴെ, നമുക്ക് എത്ര എന്ന് നോക്കാനുള്ള 90 സെൻറ്റിമീറ്റർ മേളി. ശതമാനമാക്കാൻ വേണ്ടി നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട് ഗുണിക്കണം. ശതമാനമാക്കാൻ വേണ്ടി നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട് ഗുണിക്കണം. അങ്ങനെ ഗുണിക്കുമ്പം നിങ്ങളിതാ ഈ ഒരു പൂജ്യവും ഈ ഒരു പൂജ്യവും വെട്ടിക്കളയണം. എന്നിട്ട് ഈ ഒരു പൂജ്യവും ഈ ഒരു പൂജ്യവും വെട്ടിക്കളഞ്ഞാൽ നമ്മുടെ ഉത്തരം 90/3 എന്ന് കിട്ടും. 90നെ കൊണ്ട് 3 ഹരിച്ചാൽ 90-നകത്ത് 3, 90/3 = 30 എന്ന് കിട്ടും. 9/3 3ഉം ആ പൂജ്യോടെ കൊടുത്ത 30% നമ്മുടെ ഉത്തരം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇതാണ് ഈ ചോദ്യത്തിന്റെ നമ്മുടെ ഉത്തരം. മക്കളെ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നോക്കിയാൽ മതി. ആകെയുള്ള 3 മീറ്റർ അല്ലെങ്കിൽ 300 സെൻറ്റിമീറ്റർ ടോട്ടൽ എപ്പോഴും താഴെ എഴുതുക. എത്രയാണോ വേണ്ടതെന്നുള്ള 90 മേളിൽ എഴുതുക. ശതമാനമാക്കാൻ വേണ്ടി നമ്മൾ 100 കൊണ്ട് ഗുണിക്കണം. തീർന്നു. ക്ലിയർ? എന്നാൽ നമുക്ക് അടുത്ത കണക്കിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ അതൊരു ജോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു. 2 അർദ്ധഗോളങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അനുപാതം 3:4 ആണെങ്കിൽ അവയുടെ വക്രതല വിസ്തീർണങ്ങൾ തമ്മിലുള്ള അനുപാതം എത്ര? വളരെ എളുപ്പത്തിലുള്ളൊരു ചോദ്യമായിരുന്നു. പെട്ടെന്ന് നമ്മൾ പഠിച്ചു കഴിയുന്നൊരു ചോദ്യമാണ്. ചോദ്യം ചോദിക്കുന്നത് 2 അർദ്ധഗോളങ്ങളെ പറ്റിയാണ്. ഗോളങ്ങളല്ല, അർദ്ധഗോളം. 2 അർദ്ധഗോളം, ഹെമിസ്ഫിയർ എന്ന് പറയും. 2 അർദ്ധഗോളങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം, റേഡിയസിന്റെ അംശബന്ധം, റേഡിയസ് വേണമെങ്കിൽ R1 എന്നും R2 എന്നും കൊടുത്താൽ റേഡിയസിന്റെ അംശബന്ധം 3:4 ആണെങ്കിൽ ചോദ്യം ചോദിക്കുന്നത് അവയുടെ വക്രതല വിസ്തീർണം, അവയുടെ വിസ്തീർണങ്ങൾ, കർവ്ഡ് സർഫസ് ഏരിയ, ഈ വിസ്തീർണങ്ങൾ തമ്മിലുള്ള അംശബന്ധം ചോദിച്ചേ. നിങ്ങളത് എപ്പോഴും നോക്കണം. വിസ്തീർണം അല്ലെങ്കിൽ ഏരിയയുടെ വക്രതല വിസ്തീർണത്തിന് അല്ലെങ്കിൽ CSA, കർവ്ഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ ഏരിയ എന്നൊക്കെ കൊടുത്താൽ ഇത്രയൊക്കെ പഠിച്ചാൽ മതി. ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ
ഗോളമായാലും അർദ്ധഗോളമായാലും എപ്പോഴും ഒരുപോലെ ആയിരിക്കും. അത് ഉപരിതല വിസ്തീർണമായാലും വക്രതല വിസ്തീർണമായാലും ഒരുപോലെ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഇങ്ങനെ അങ്ങ് പഠിക്കണം. ഗോളമായാലും അർദ്ധഗോളമായാലും ഒരുപോലെ ആയിരിക്കും. ഇവിടെ ഗോളത്തിന് പകരം അർദ്ധഗോളത്തിന് പകരം ഗോളം എന്ന് പറഞ്ഞാലും ഈ പറയുന്ന ഉത്തരത്തിൽ മാറ്റമില്ല. വക്രതല വിസ്തീർണത്തിന് പകരം ഉപരിതല വിസ്തീർണം എന്ന് പറഞ്ഞാലും ഉത്തരത്തിനകത്ത് മാറ്റമില്ല. എന്നാൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ അങ്ങ് പഠിക്കണം. റേഡിയസ് ഉണ്ടെങ്കിൽ ആരം ഉണ്ടെങ്കിൽ ആരത്തിൻ്റെ സ്ക്വയർ ആണ് വിസ്തീർണം. മക്കളെ ഇത്രയേ ഉള്ളൂ, ആരത്തിൻ്റെ സ്ക്വയർ ആണ് വിസ്തീർണം. അതങ്ങ് പറയണം. ആരത്തിൻ്റെ സ്ക്വയർ ആണ് വിസ്തീർണം. ആരത്തിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ആണെങ്കിൽ 3ന്റെ സ്ക്വയർ 9, ഇവിടെ 4 ആണെങ്കിൽ 4ന്റെ സ്ക്വയർ 16. സോ അവയുടെ വക്രതല വിസ്തീർണങ്ങൾ തമ്മിലുള്ള അനുപാതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ അങ്ങ് എടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. 3ന്റെ സ്ക്വയർ 9ഉം 4ന്റെ സ്ക്വയർ 16ഉം. 9:16 എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണുമ്പം അത് ഇതങ്ങ് എഴുതി വെച്ചേക്കണം. ഇതാണ് ഉത്തരം. ക്ലിയർ ആയോ? ഇവിടെ അർദ്ധഗോളം മാറ്റിയിട്ട് ഗോളം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഉത്തരം. വക്രതല വിസ്തീർണം മാറ്റിയിട്ട് ഉപരിതല വിസ്തീർണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഉത്തരം. ഇത് കോമൺ ആയിട്ട് അങ്ങ് പഠിച്ചു വെച്ചോ. ആരം തന്ന വിസ്തീർണം കിട്ടാൻ വേണ്ടി എപ്പോഴും അതിൻ്റെ സ്ക്വയർ അങ്ങ് എടുക്കണം. 3 ആണെങ്കിൽ 3ന്റെ സ്ക്വയർ 9, 4 ആണെങ്കിൽ 4ന്റെ സ്ക്വയർ 16. ക്ലിയർ? ഓക്കെയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചോദ്യം എങ്ങനെയാണ്? AAB BBC CCD എന്ന അക്ഷരക്രമത്തിലെ അടുത്ത പദം ഏതാണ്? നമുക്കൊന്ന് ചെയ്തു നോക്കാം. സീരീസ് നമുക്കൊന്ന് എഴുതാം. സീരീസ് എങ്ങനെയാണ്? ആദ്യം AAB ആണ് അല്ലേ? അടുത്തത് BBC ആണല്ലോ. അടുത്തത് CCD ആണ്. എന്നാൽ അടുത്തവനെയാണ് ചോദിച്ചത്. ഈ അക്ഷരക്രമത്തിലെ അടുത്ത പദം ഏതാണ്? നോർമലി നമ്മൾ ഈ കണക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ ആദ്യം 2A, പിന്നെ 2B, പിന്നെ 2C, അങ്ങനെയല്ലേ ചിന്തിക്കണ്ടേ? AA BB CC. എന്നാൽ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ വരേണ്ടത് DD ആയിരിക്കും. അത്രയല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. അങ്ങനെ തന്നെ ചിന്തിക്കാൻ പറ്റും. AA BB CC അന്നേരം അടുത്ത് DD. എന്നാൽ അടുത്തത് ഇവിടെ മൂന്നാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ B ആ, ഇവിടെ C, ഇത് D. എന്നാൽ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ Bയും Cയും Dയും കഴിഞ്ഞാൽ പിന്നെ അടുത്ത് E അല്ലേ? ഇങ്ങനെ BCDE. സോ ആൻസർ DDE ആണ് തരേണ്ടത്. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉത്തരം. പക്ഷെ ഓപ്ഷനകത്ത് നോക്കുമ്പോൾ DDE എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. എന്നാൽ ഈ ക്വസ്റ്റ്യൻ ക്യാൻസലേഷൻ വരാനൊരു ചാൻസ് ഉണ്ടെന്ന് നമുക്കൊന്ന് ആദ്യം തന്നെ പറയാം. പക്ഷെ എന്നാലും ക്യാൻസലേഷനാണ് ചാൻസ്, ഒരു മെജോറിറ്റി ചാൻസ് ക്യാൻസലേഷനാണ്. പക്ഷേ ഇതിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീക്കകത്ത് ആദ്യം തന്ന ഒരു ആൻസർ കീക്കകത്ത് PSC ഒരു ആൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഡിലീഷനിലോട്ട് പോയില്ല. എന്നാൽ അത് കിട്ടിയ രീതി ഞാനൊന്ന് പറയാം. ഇവരെന്താണ് ചിന്തിച്ചതെന്ന് നമുക്ക് പറയാം. അങ്ങനെ ചിന്തിച്ചാൽ ഇതിനകത്ത് തെറ്റ് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെയും കൂടെ ഒന്ന് ചിന്തിക്കാം. സോ ഇങ്ങനെ നമുക്ക് കിട്ടിയില്ല. ഏതാ? ഇവിടെ 2A, 2B, 2C, അങ്ങനെ 2D ആണ് വരേണ്ടത് അല്ലേ? പിന്നെ ഇവിടെ B ആണ്, C ആണ്, D ആണ്, E ആണ്, അങ്ങനെ വരണം. അത് കിട്ടിയില്ല. എന്നാൽ ഇത് ചെയ്യുന്ന ഒരു മാർഗം കൂടെ നമുക്കൊന്ന് പറയാം. ഒന്ന് നോക്കിയേ, ലെറ്റേഴ്സ് ഒന്നുകൂടെ എഴുതിയാണ്. ഒന്ന് നോക്കിയേ, AAB, അടുത്ത ഏതാ? BBC, അടുത്ത ഏതാ? CCD. എന്നാൽ അടുത്തല്ലേ ചോദിച്ചേ. മറ്റൊരു മാർഗത്തിൽ നമുക്ക് ചിന്തിച്ചാൽ ദാ ഇങ്ങനെ ചിന്തിക്കാം. ഇവിടെ A കഴിഞ്ഞാൽ പിന്നെ B ആണേ. ദാ ഇവിടെ B കഴിഞ്ഞാൽ പിന്നെ C. ഒന്നിടവിട്ട് നോക്കണം, നടുക്കത്താളെ നോക്കണ്ട. ഇവിടെ C കഴിഞ്ഞാൽ പിന്നെ D ആണല്ലോ. ഇങ്ങനെ A കഴിയുമ്പോൾ B, B കഴിയുമ്പോൾ C, C കഴിയുമ്പോൾ D. അങ്ങനെയാണെങ്കിൽ അടുത്ത വരേണ്ടത് ഈ ഒന്നിടവിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ AB, ഇവിടെ വീണ്ടും BC, ഈ ലാസ്റ്റ് വരുന്ന ആളെ കൊണ്ട് തുടങ്ങണം. A കഴിഞ്ഞ് B തീരും, പിന്നെ B തുടങ്ങി C തീരണം. അങ്ങനെയാണെങ്കിൽ അടുത്ത C തുടങ്ങി D തീരണം. എന്നാൽ അടുത്ത എന്തായിരിക്കണം? Dയിൽ തുടങ്ങി E തീരണം. ഓക്കെ ആണേ? Dയിൽ തുടങ്ങി E തീരുമ്പം ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ, Dയിൽ തുടങ്ങി E തീരുന്നത്. എന്നാൽ അത് തന്നെ നമുക്ക് ഉത്തരവായിട്ട് കൊടുക്കാം ഉള്ളതി വെച്ച്. എന്നാൽ നടുക്കത്തെ ഈയുടെ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അത് നോക്കുമ്പം ഇവിടുത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ A, ഇവിടുത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ B, ഇവിടുത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ C. എന്നാൽ നോർമലി ഇവിടുത്തെ ലെറ്റർ ഉണ്ട് D തന്നെ വരണ്ടേ? A B C കഴിഞ്ഞാൽ പിന്നെ വരണ്ട D ആ. അങ്ങനെയാണെങ്കിൽ ഇത് DDE തന്നെ ഇതിൽ വരണ്ടേ? അത് തന്നെ വരണ്ടേ? എന്നാൽ മറ്റൊരു മാർഗം കൂടെ ഉണ്ടോ നോക്കാം. ഇതാ ഇങ്ങനെ പറയണം. A എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ലെറ്ററാ, B എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ലെറ്ററാ, നടുക്ക് വന്ന C എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ലെറ്ററാ. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് ആലോചിക്കാം. അങ്ങനെയൊക്കെ ആലോചിക്കാം. ഈ ഒന്നിൻ്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് 3 കിട്ടണ്ടേ? ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും കൂട്ടുമ്പോൾ മൂന്നാമത്തെ കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് ഇങ്ങനെയും ചിന്തിച്ചുകൂടെ? 1ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 3 ആണെങ്കിൽ അടുത്ത് ഈ 2ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ ഇവിടെ വരേണ്ടത് 5ാമത്തെ എന്ന് പറഞ്ഞൂടെ? അങ്ങനെ നമ്പർ ഇങ്ങനെ കൂട്ടി പറയാം. തൊട്ട് മുമ്പുള്ള നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ 1ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 3 കിട്ടിക്കഴിഞ്ഞാൽ
അടുത്ത 3ഉം 2ഉം കൂടെ കൂട്ടുമ്പം 5 അല്ലേ വരണ്ടേ? 5 വരുമെന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇ അല്ലേ വരണ്ടേ? അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഏതോടെ ഒപ്പിക്കാം? ഡി ഇയുടെ ഒപ്പിക്കാം. എന്നാലും സാധ്യത ഇതിനല്ല, സാധ്യത ഇതിനാണ് കൂടുതൽ. സോ ഇതിൻ്റെ ഏറ്റവും നല്ല ഉത്തരം ഡി ഡി ഇ ആയിരുന്നു. പക്ഷെ അതില്ലാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെയും കൂടെ വേണമെങ്കിൽ ഒപ്പിച്ചെടുക്കാം. 1ഉം 2ഉം 3, അങ്ങനെയാണെങ്കിൽ അടുത്ത 2ഉം 3. അതുകൊണ്ട് ആദ്യത്തെ 2 കൂട്ടുമ്പോൾ 3ാമത്തെ കിട്ടി. എന്നാൽ അടുത്ത 2 കൂട്ടുമ്പോൾ 2ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ 5ാമത്തെ കിട്ടും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ എഴുതിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉത്തരം ഡി ഇ കൊടുക്കാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഫൈനൽ ആൻസർ കീ വന്നിട്ടില്ല. വരുമ്പം ചിലപ്പം ഇതെടുത്ത് ക്യാൻസൽ ചെയ്യാനും ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ തരുവാണെങ്കിൽ ഈ ഒരു ഉത്തരം തരാനാണ് സാധ്യത കൂടുതൽ. ക്ലിയർ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: 16 4 ശതമാനത്തിൻ്റെ പകുതിയുടെ ദശാംശ രൂപം എഴുതണം അല്ലേ? സോ നമുക്ക് ആദ്യം ഈ 16 4 ശതമാനം ഒന്ന് മാറ്റാം. ഈ മിശ്ര ഭിന്നം ഒന്ന് മാറ്റിയിട്ട് നമുക്കിതിനൊരു ഭിന്നസംഖ്യാ രൂപത്തിലോട്ട് ആക്കാം. പിന്നെ അതിൻ്റെ പകുതി എഴുതിയിട്ട് ദശാംശ രൂപം എഴുതാം. കുഞ്ഞുങ്ങൾ എത്രയേ ഉള്ളൂ? 16 4 പകുതിയുടെ ദശാംശ രൂപം ചോദിച്ചാൽ ആദ്യം നിങ്ങളിങ്ങനെ ക്രോസ് ചെയ്യണം. ഈ മിശ്ര ഭിന്നം മാറ്റാൻ വേണ്ടി ക്രോസ് ചെയ്യണം. ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന വെച്ചാൽ ക്രോസ് ചെയ്ത് ഗുണിക്കണം. എന്നിട്ട് ആ കിട്ടുന്നതിൻ്റെ കൂടെ മുകളിലത്തെ നമ്പർ പ്ലസ് ചെയ്യണം. നമുക്കൊന്ന് പറയാം. 4 കൊണ്ട് 16 ഗുണിച്ചാൽ 16 × 4 എന്ന് പറഞ്ഞാൽ 64 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ മുകളിലത്തെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 64 + 1 = 65 എന്ന് കിട്ടും. കിട്ടിയല്ലോ, 65. ഡിവൈഡഡ് ബൈ താഴെ എത്ര? 4. ശരിയല്ലേ? ശതമാനം എന്ന് പറയുന്നതുകൊണ്ട് ആ ശതമാനം ഒന്ന് മാറ്റാൻ വേണ്ടി താഴെ ഒരു 100 കിട്ടാൽ മതി. ശതമാനം മാറ്റാൻ വേണ്ടി 100ൽ പറയുമ്പോഴല്ലേ ശതമാനം. ഇപ്പോൾ 25% എന്ന് പറഞ്ഞാൽ 25/100. 50% എന്ന് പറഞ്ഞാൽ 50/100. സോ ശതമാനം മാറ്റാൻ വേണ്ടി ഒരു 100 പറയുമ്പോൾ ശതമാനം മാറി കിട്ടും. അതായത് നമ്മൾ ഇത്രയേ ചെയ്തുള്ളൂ. 16 × 4 എന്ന് പറഞ്ഞാൽ 64. അതിൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 65. മിശ്രഭിന്നം മാറ്റേണ്ടത് അങ്ങനെയാണ്. താഴെയുള്ള 4 അതുപോലെ കിട്ടിട്ട് ഈ ശതമാനം മാറ്റാൻ വേണ്ടി നമ്മൾ താഴെ 100 ഇട്ടു. 16 4 ശതമാനം നമ്മൾ ഇങ്ങനെ മാറ്റി വെച്ചു. ഇനി എന്താ പറഞ്ഞേ? അതിൻ്റെ പകുതി, ഇതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ താഴെ ഒരു 2 കൊടുത്താൽ മതി. 2 കൊടുക്കുകയോ ഒരു 1/2 കൊണ്ട് ഗുണിക്കുകയോ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇത്രയേ ഉള്ളൂ. പകുതി എന്ന് പറഞ്ഞാൽ ഇപ്പം 50ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 50/2 25, അല്ലെങ്കിൽ 50 × 1/2 എന്ന് പറഞ്ഞാൽ 25 അല്ലേ? സോ പകുതി എന്ന് പറഞ്ഞാൽ ഒരു × 1/2 കൊടുത്താൽ മതി. ഇപ്പം 100ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 100 × 1/2 എന്നല്ലേ എഴുതണ്ടേ? ഇങ്ങനെ 100ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 100 × 1/2 അല്ലേ? 100/2 50 എന്ന് കിട്ടണ്ടേ? അങ്ങനെ. സോ പകുതി എന്ന് പറഞ്ഞാൽ ഒരു 1/2 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഒരു 2 ഇവിടെ ഇട്ടാലും മതിയായിരുന്നു. 1/2 കൊണ്ട് ഗുണിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇങ്ങനെ നോക്കണം. 16 × 4 = 64. 64ൻ്റെ ഉടന്ന് കൂട്ടിയപ്പോൾ 65 മേളി, ഈ 4 താഴെ. ശതമാനം മാറ്റാൻ വേണ്ടി ആ 100 എടുത്ത് താപ്പോട്ടിട്ടിട്ട് പകുതി എന്ന് പറയുമ്പം × 1/2 കൊടുത്തു. കിട്ടിയേ? നമുക്ക് ഇതങ്ങ് സോൾവ് ചെയ്യാം. മുകളിലുള്ള ഏതൊക്കെയാണ്? മുകളിൽ ഒരു 65 ഉണ്ട്. താഴെയുള്ള ഒരു 4ഉം 2ഉം കൂടെ ഗുണിക്കുമ്പോൾ 4 × 2 8. പിന്നെ ഒരു 100 അവിടെ ഇപ്പോൾ ഉണ്ട്. ആ 100 അവിടെ തന്നെ നിൽക്കട്ടെ. അങ്ങനെ കിട്ടിയില്ലേ? അല്ല ഇങ്ങനെ മാറ്റി. മുകളിൽ 65ഉം താഴെ 4 × 2 8. താഴെയുള്ള 100 അവിടെ തന്നെ ഇട്ട്. അങ്ങനെ എഴുതിയേ. എന്താ ഇതിൻ്റെ പകുതിയായി. 16 4 ശതമാനത്തിൻ്റെ പകുതി കൊടുത്തല്ലോ, പകുതിയായി. ഇനി അതിൻ്റെ ദശാംശ രൂപം എഴുതണം. ദശാംശ രൂപം നമുക്ക് എഴുതാം. അതിനാദ്യം നമുക്ക് ഈ 65നെ കൊണ്ട് 8 ഹരിക്കാം. ഈ /100 അവിടെ നിൽക്കട്ടെ, അത് പിന്നെ ചെയ്യാം. കാരണം ഒരു സംഖ്യ 100 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുത്താൽ മതി. കാരണം നമുക്ക് ഈ 65/8 കണ്ടുപിടിക്കാം. അതുകൊണ്ട് ഞാനങ്ങ് ചെയ്യുക. 65 / 8 എത്രയാണെന്ന് ചെയ്യാം. പറഞ്ഞോ, 65-നകത്ത് 8 എത്ര തവണയാണ്? 65-നകത്ത് 8 ആണെങ്കിൽ ഈ 8 തവണ. 8 തവണ എന്ന് പറഞ്ഞാൽ 8 × 8 64. 65 ന്ന് 64 പോയി കഴിഞ്ഞാൽ 1 അല്ലേ? ഇനി താപ്പോട്ടിറക്കാൻ സംഖ്യയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു 0 കൊടുക്കണം. ഒരു 0 കൊടുത്താൽ അപ്പോഴേ ഒരു പോയിന്റ് പടം കൊടുക്കണം. എന്നിട്ട് പറയണം 10-നകത്ത് 8 ഒരു തവണ 1 × 8 8. അത്രയും മതി, നമുക്ക് ഇനി ചെയ്യണ്ട. സോ 65/8 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 8.1 എന്ന് കിട്ടി. 8.1 ബാക്കി അവിടെ കിടപ്പുണ്ട്, നമ്മൾ ചെയ്യുന്നില്ല. 8.1 ഡിവൈഡഡ് ബൈ താഴെ ഇനി എന്തുണ്ട്? ഒരു 100 കൂടെ ഉണ്ട്. ഈ 65/8ൻ്റെ വില നമുക്ക് 8.1 കിട്ടി. താഴെ ഒരു 100 കിടപ്പുണ്ട്, ആ 100 കൂടെ കിട്ടി. ഇനി ഇത്രയും പറയണം. ഇവിടെ /100 എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എവിടെയാണോ പോയിന്റ് നിൽക്കുന്നത് അവിടുന്ന് 100 ആകുമ്പോൾ 2 0 ഉള്ളതുകൊണ്ട് 2 സ്ഥാനം ഇങ്ങോട്ട് മാറ്റി പോയിന്റ് കൊടുക്കണം. 2 സ്ഥാനം മാറ്റുമ്പോൾ ആദ്യം ഈ നമ്പർ അതുപോലെ എഴുതിയിട്ട് 81 എഴുതിയിട്ട് ഇപ്പോൾ ഇവിടെ പോയിന്റ് നിൽക്കുന്നത്, അന്നേരം ഇവിടെയാണ് പോയിന്റ് നിൽക്കുന്നത്. അന്നേരം ഒരു സ്ഥാനം മാറുമ്പോൾ ഇങ്ങോട്ട് വരും. ഒരു സ്ഥാനം ഇവിടെ മാറാൻ ഇല്ലാത്തതുകൊണ്ട് ഒരു 0 കൊടുക്കുമ്പോൾ അത് ഇങ്ങോട്ട് മാറും. ഇവിടെ കിട്ടിയോ? ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ പോയിന്റ് ചെയ്യുന്ന ഇവിടെ ഒരു സ്ഥാനമാകുമ്പോൾ കണ്ട് ഇങ്ങോട്ട് മാറണം. /100 എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനമാകുമ്പോൾ ഇങ്ങോട്ട് മാറണം. ഒരു സ്ഥാനം ഇവിടെ മാറ്റാൻ വേണ്ടി നമ്പർ ഇല്ലാത്തതുകൊണ്ട് ഒരു 0 കൊടുക്കുമ്പം .081 എന്ന് കിട്ടിയും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. നമ്മുടെ ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. .081 എന്ന് വല്ലതും ഉണ്ടോ?
കണ്ടേ പോയിന്റ് കഴിഞ്ഞിട്ട് 0 വരണം, പിന്നെ 8 വരണം. കണ്ടേ പോയിന്റ് കഴിഞ്ഞിട്ട് 8, അന്നേരം തെറ്റാ, 0 വന്നില്ലല്ലോ, പോയിന്റ് കഴിഞ്ഞിട്ട് 0 വരണം. ഇത് വന്നു, ബാക്കി 2 നോക്കണ്ട, 625 അത് അപ്പടേ കളയാം, 8 വരണ്ടേ. ഇവിടെ അതിൻ്റെ 0 പോയിന്റ് കഴിഞ്ഞിട്ട് 081, കണ്ടാ അതിൻ്റെ 081, അങ്ങനെ തന്നെ അല്ലേ കിട്ടിയേ. ബാക്കി നമ്മൾ ചെയ്തായിരുന്നെങ്കിൽ ഇതുപോലെ കിട്ടിയേനെ. സോ ആൻസർ ഇസ് ഈക്വൽ ടു ഓപ്ഷൻ ബി ആയിരിക്കും ഉത്തരം. ആൻസർ 0.08125 ആണ്. ക്ലിയർ. നമുക്ക് അടുത്ത കണക്കിലേക്ക് പോവാം, 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ക്ലോക്കിലെ സമയം 5:20 ആയാൽ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? നമ്മുടെ സ്ഥിരം ചോദ്യം, നമ്മൾ എന്നും ചെയ്യുന്ന ക്ലോക്കിന്റെ ചോദ്യങ്ങളിലൊന്നോ. ക്ലോക്കിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയ്ക്കുള്ള ഡിഗ്രി അളവ് അല്ലെങ്കിൽ കോണളവ് കാണുന്നത് എങ്ങനെ? ക്ലോക്കിലെ സമയം എന്ന് പറയുന്നത് 5:20. നമുക്കറിയാവുന്ന സ്ഥിരം ചോദ്യങ്ങളിലൊന്നോ, എപ്പോഴും നമ്മൾ പറയുന്ന ചോദ്യം ഒന്നാണ്, ഇങ്ങനെ പഠിച്ചു വെക്കണം. ക്ലോക്കിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള ഡിഗ്രി അളവ് ചോദിച്ചാൽ ആ ഡിഗ്രി അളവ് കാണുന്നതിൻ്റെ ഇക്വേഷനായിട്ട് ഇങ്ങനെ പഠിച്ചെടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ലോജിക്കൊക്കെ ഉണ്ട്. ഇപ്പം പഠിക്കാൻ ഏറ്റവും എളുപ്പം ഇക്വേഷൻ ആയതുകൊണ്ട് ഇക്വേഷൻ എന്ന് പറയാം. 30h - 11/2m. ക്ലോക്കിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള ഡിഗ്രി അളവ് കാണുന്ന ഇക്വേഷൻ 30h - 11/2m. എച്ച് എന്ന് പറഞ്ഞാൽ അവർ ഹാൻഡ് ആയിട്ടുള്ള 5ഉം എം എന്ന് പറഞ്ഞാൽ മിനിറ്റ് ആയിട്ടുള്ള 20ഉം വില കൊടുത്താൽ മതി. 30h എന്ന് പറഞ്ഞാൽ 30 × h, h എന്ന് പറഞ്ഞാൽ മണിക്കൂർ 5 മൈനസ് 11/2 എം എന്ന് പറഞ്ഞാൽ മിനിറ്റ് ആയിട്ടുള്ള 20 അല്ലേ. ഇങ്ങനെ ചെയ്യണം. 30നെ കൊണ്ട് 5 ഗുണിച്ച് 30 × 5 150 മൈനസ് ഈ 2ഉം 20 കൂടെ വെട്ടിക്രി ചെയ്യുമ്പോൾ 2 × 2 1 തവണ, 20 × 2 ആണെങ്കിൽ 10 തവണ, 11നെ കൊണ്ട് 10 ഗുണിച്ചാൽ 110 കിട്ടും. സോ 150 ൽ നിന്ന് 110 കുറച്ചാൽ ആൻസർ ഇസ് ഈക്വൽ ടു 40 എന്ന് കിട്ടും. 40 ഡിഗ്രിയാണ് ഉത്തരം. ഓപ്ഷൻ നോക്കുക, ഓപ്ഷൻ എ 40 ഡിഗ്രിയാണ്. ക്ലിയർ ആണ് നമ്മുടെ ഉത്തരം. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ഇക്വേഷൻ പഠിക്കണം. ക്ലിയർ. ചോദ്യം വീണ്ടും ഒരു ജോമെട്രിക്കൽ പോർഷൻസിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ 3 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും ആയാൽ ത്രികോണത്തിൻ്റെ വിസ്തീർണം കാണുക. 2 രീതിയിൽ നമുക്ക് ഈ കണക്ക് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ഏറ്റവും എളുപ്പമുള്ള മാർഗം പറയാം. അതിങ്ങനെയാണ്. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളെന്ന് പറഞ്ഞാൽ 3, 4, 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വിസ്തീർണം ചോദിച്ചാൽ ഈ ത്രികോണത്തിൻ്റെ പ്രത്യേകതയുണ്ട്. കാരണം ഈ ത്രികോണത്തിൻ്റെ സൈഡ് 3 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും ആണെങ്കിൽ ഈ ത്രികോണത്തിനകത്ത് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ത്രികോണത്തിനകത്ത് പൈതഗോറസ് സിദ്ധാന്തം അംഗീകരിക്കപ്പെടും. പൈതഗോറസ് സിദ്ധാന്തം അംഗീകരിക്കപ്പെടും. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനെന്താണ് പൈതഗോറസ് സിദ്ധാന്തം എന്ന് നിങ്ങൾ അറിയണം. മാത്സിൻ്റെ പിതാവായിട്ടുള്ള പൈതഗോറസിൻ്റെ തിയറം നിങ്ങൾക്കൊന്ന് അറിയണം. പൈതഗോറസ് സിദ്ധാന്തം എന്ന് പറയുന്നത് അതിങ്ങനെയാണ്. പാദം സ്ക്വയർ എല്ലാവർക്കും അറിയാമായിരിക്കും, കുഞ്ഞു ക്ലാസ് തൊട്ടേക്ക് എല്ലാവരും പഠിക്കുന്ന കാര്യമാണ്. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് പറയുന്നത് കർണം സ്ക്വയർ ആണ്. ഇതാണ് പൈതഗോറസ് സിദ്ധാന്തം. അതായത് ചെറിയ രണ്ടെണ്ണത്തിന്റെ സ്ക്വയർ എടുത്ത് കൂട്ടുമ്പോൾ വലുതിന്റെ സ്ക്വയർ കിട്ടണം. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ആയിരിക്കണം. അങ്ങനെ നോക്കുമ്പം പാദവും ലംബവും എന്ന് പറഞ്ഞാൽ ചെറുത് 2, 3, 4 ഇത് രണ്ടും കൂടെ കൂട്ടാൻ പറ്റുമെങ്കിൽ ദാ ഇങ്ങനെ പാദത്തിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ പ്ലസ് ലംബം എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ ആണ്. അങ്ങനെ ചെയ്യുമ്പം 3ന്റെ സ്ക്വയർ 9ഉം 4ന്റെ സ്ക്വയർ 16 കൂട്ടിയ 5ന്റെ സ്ക്വയർ 25 കിട്ടുമോ? കിട്ടും. 16ന്റെ 9 കൂട്ടുമ്പം 25, ഇത് 25. സോ ഇവിടെ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ സാറ്റിസ്ഫൈഡ് ആയി. അത് കിട്ടി. അത് കിട്ടുമെന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം ഇത് പൈതഗോറസ് സിദ്ധാന്തം അംഗീകരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട ഇതാ, പൈതഗോറസ് സിദ്ധാന്തം അംഗീകരിക്കുന്നത് എപ്പോഴും മട്ടത്രികോണങ്ങൾ മാത്രമായിരിക്കും. മക്കളെ ഇത്രയേ ഉള്ളൂ. ഇത് പഠിക്കണം, ഇത് ക്ലിയർ ആയിരിക്കണം. ഈ പൈതഗോറസ് സിദ്ധാന്തം ഇവിടെ അംഗീകരിച്ചു. പൈതഗോറസ് സിദ്ധാന്തം അംഗീകരിച്ചതിൻ്റെ കാരണം ഇതൊരു മട്ടത്രികോണം. കാരണം മട്ടത്രികോണത്തിൽ മാത്രമേ പാദവും ലംബവും കർണവും ഒക്കെ ഉള്ളു. ഇത്രയും പഠിച്ചോ. പാദവും ലംബവും കർണവും ഒക്കെ കിട്ടിയതുകൊണ്ട് അതിവിടെ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് അംഗീകരിച്ചല്ലോ. 3ന്റെയും 4ന്റെയും സ്ക്വയർ എടുത്ത് കൂട്ടുമ്പോൾ 5ന്റെ സ്ക്വയർ കിട്ടി. സോ ഇവിടെ പൈതഗോറസ് സിദ്ധാന്തം അംഗീകരിച്ചെന്ന് പറഞ്ഞാൽ ഇതൊരു മട്ടത്രികോണമാണ്. മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മളത് ഇങ്ങനെ വരയ്ക്കാൻ പറ്റൂ. ഇതാ മട്ടത്രികോണം. മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ
ഒരു കോൺ മട്ടകോൺ അല്ലെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കണം. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഒരു കോൺ 90 ആയിരിക്കണം, റൈറ്റ് ആംഗിൾഡ് ആയിരിക്കണം. അങ്ങനെ നോക്കുമ്പം ഇത് 90 ഡിഗ്രി ആണെങ്കിൽ എപ്പോഴും മട്ടത്രികോണത്തിലെ മട്ടകോണിന്റെ ഓപ്പോസിറ്റ്, ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കർണം. ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് വരാത്തതാണ്, ഇതാണ് അപ്പുറം ഇപ്പുറം വരുന്ന സൈഡ്. അത് വരാത്ത ഇതിന്റെ ഓപ്പോസിറ്റ് ഇതാണ് കർണം. കർണമാണ് വലുതായിട്ടുള്ള 5 സെന്റിമീറ്റർ. 5 കൊടുത്താൽ അത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ മറ്റേത് അപ്പുറം ഇപ്പുറം മാറ്റി കൊടുക്കാം. ഇതിന് നമുക്ക് 3 സെന്റിമീറ്റർ എന്ന് കൊടുക്കാം, ഇതിന് നമുക്ക് 4 സെന്റിമീറ്റർ എന്ന് കൊടുക്കാം. അത് തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കർണം കറക്റ്റ് ആയിരിക്കണം. അങ്ങനെ കിട്ടിയല്ലോ. സോ ഇതൊരു മട്ടത്രികോണം നമ്മൾ വരച്ചങ്ങ് വെച്ചു. മട്ടത്രികോണം വരച്ച് വെച്ചേ മക്കളെ, ഇത്രയേ ഉള്ളു. മട്ടത്രികോണം വരച്ച് വെച്ച ചോദ്യം വിസ്തീർണമാണെങ്കിൽ മട്ടത്രികോണത്തിന്റെ ഏരിയ കാണുന്ന വിസ്തീർണം കാണുന്ന ഇക്വേഷനാണ് ഹാഫ് BH. മട്ടത്രികോണത്തിന്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ ഹാഫ് BH. ഹാഫ് BH എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹൈപ്പോട്ടനസ് അല്ലേ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അവിടെ ഇത് വേണ്ട, ഹൈപ്പോട്ടനസ് വേണ്ട. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇതാ ബേസ്, ഇതാ ഹൈറ്റ്. ഇവിടെ കിട്ടിയേ ഇതാ ബേസ്, ഇതാ ഹൈറ്റ്. സോ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 4 കിട്ടി. ഓക്കെയാണ്. സോ മുകളിൽ 3 4, 3നെ കൊണ്ട് 4 ഗുണിച്ചാൽ 12, 12 താഴെ 2, 12/2 എന്ന് പറഞ്ഞാൽ 6 സെന്റിമീറ്റർ സ്ക്വയർ. വിസ്തീർണത്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ. സോ ആൻസർ ഇസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ സ്ക്വയർ. ഇതായിരിക്കും ഉത്തരം. ഇതാണ് ഈ കണക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല മാർഗം. പൈതഗോറസ് സിദ്ധാന്തം അംഗീകരിക്കുമെങ്കിൽ മട്ടത്രികോണം. അല്ലെങ്കിൽ മറ്റൊരു മാർഗം എന്ന് പറഞ്ഞാൽ എല്ലാ ത്രികോണത്തിനും കൊടുക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ, ഏരിയ കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. അതിങ്ങനെയായിരുന്നു. റൂട്ട് ഓഫ് അറിയായിരിക്കും നിങ്ങൾക്ക്. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എന്ന് പറഞ്ഞ ഇക്വേഷൻ കൊടുക്കണം. അവിടെ എസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റളവിൻ്റെ A+B+C പകുതിയായിരിക്കും, ചുറ്റളവിൻ്റെ പകുതിയായിരിക്കും. ഈ ഇക്വേഷൻ കൊടുത്താലും ചെയ്യാം. പക്ഷെ ഒരു ഇച്ചിരി കൂടെ എളുപ്പം ഇത് തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ഏതാ എളുപ്പം എന്ന് വെച്ചാൽ അങ്ങനെ നോക്കിക്കോ. ഞാനിപ്പോൾ ഇങ്ങനെ അങ്ങ് പറയുക, മട്ടത്രികോണാണെന്ന് അങ്ങ് മനസ്സിലാക്കണം, മനസ്സിലാക്കണം. 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 16 9 25 ആകുമ്പോൾ 5ന്റെ സ്ക്വയർ. സോ മട്ടത്രികോണമാണെങ്കിൽ ഇക്വേഷൻ ഹാഫ് BH. ബേസ് 3, ഹൈറ്റ് 4, അത് ഗുണിച്ച് പകുതി എടുത്ത ഏരിയയായി. ക്ലിയർ? അപ്പോൾ നമുക്ക് അടുത്ത കണക്കിലേക്ക് പോവാം. 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് കൃത്യങ്കത്തിന്റെ ചോദ്യം, കൃത്യങ്കത്തിന്റെ സ്ഥിരം ചോദ്യം ഒന്ന്. നമ്മളിപ്പോൾ ലാസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന കൃത്യങ്കങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്തെ ഈ കണക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞു. നിങ്ങൾ ആ കൃത്യങ്കത്തിനകത്തെ പാർട്ട് 4, 4ാമത്തെ പാർട്ട് നോക്കണം. അതിനകത്ത് ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. ഇത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അത് എല്ലാവരും കാണാത്തവരൊന്ന് കണ്ടിട്ട് വരിക, കുറേ കൂടെ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഇങ്ങനെയാണ് എപ്പോഴും കൃത്യങ്കത്തിന്റെ കണക്കുകൾ ചെയ്യണമെങ്കിൽ, കൃതി ഉണ്ടെങ്കിൽ അത് കൃത്യങ്കത്തിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും, എക്സ്പോണൻസിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. കൃത്യങ്കത്തിന്റെ കണക്ക് ചെയ്യണമെങ്കിൽ എപ്പോഴും ബേസ് സെയിം ആയിരിക്കണം. സോ ഇവിടുത്തെ ബേസ് 3ഉം 5ഉം 7ഉം ആയതുകൊണ്ട് താഴത്തെ ബേസ് നിങ്ങൾ ആ 3ലും 5ലും 7ലും പറയാൻ ശ്രമിക്കണം. ഇവിടെ 3ഉം 5ഉം 7ഉം ആയതുകൊണ്ട് താഴെയും 3ഉം 5ഉം 7ലും പറയണം. സോ താഴെയുള്ള 21നെ നിങ്ങൾ മാറ്റിയിട്ട് 3 × 7 എന്ന് പറയണം. ഇവിടെയും 3 7 ഉണ്ട്, താഴെയും 3 7 കാണാം. പിന്നെ 25നെ മാറ്റിയിട്ട് നിങ്ങൾ 5ന്റെ സ്ക്വയർ എന്നോ അല്ലെങ്കിൽ 5 × 5 എന്നോ പറയണം. ഞാൻ ഒന്ന് എഴുതി കാണിച്ചു തരാം, ഒന്ന് നോക്കിയേ. മുകളിൽ ഇതുപോലെ എഴുതിയാൽ മതി. മുകളിൽ ചെറിയ ബേസ് അല്ലേ, അവിടെ ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ 3⁵5 ഇൻറ്റു 5⁴ ഇൻറ്റു 7�3 എന്ന് എഴുതിയിട്ട് താഴെയുള്ള 21 മാറ്റിയിട്ട് നിങ്ങൾ എങ്ങനെ എഴുതണം? 3 × 7 ആണ് 21 എഴുതണം. 3 × 7 21 അതിൻ്റെ മുകളിൽ ഒരു 3 കൊടുത്തിട്ട് 25 മാറ്റിയിട്ട് ഇങ്ങനെ എഴുതണം. 5 × 5 25 ആണ്, 2 കൊടുക്കണം. ഇവിടെ കിട്ടിയേ? ഇനി ഇത്രയുള്ള മക്കൾ അത് ഇങ്ങനെ അങ്ങ് ചെയ്യണം. മുകളിലുള്ളവന്മാരെ തൊടണ്ട, അവന്മാരവിടെ കിട്ടാൽ മതി. അതുപോലെ ഇട്ടിട്ട് 3⁵5 ഇൻറ്റു 5⁴ ഇൻറ്റു 7�3 എന്ന് ഇട്ടിട്ട് താഴെയുള്ളവന്മാർക്കെല്ലാം ഈ പവർ വീതിച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ 3 × 7�3 എന്ന് പറഞ്ഞാൽ ഈ 3നും പവർ 3 കൊടുക്കണം, 7നും പവർ 3 കൊടുക്കണം. സോ ഇങ്ങനെ എഴുതണം. 3�3 ഇൻറ്റു അടുത്ത 7നൂടെ കൊടുക്കുമ്പോൾ 7�3 കിട്ടും. എന്നിട്ട് ഇവിടെയോടെ കൊടുക്കുമ്പം 5�2× ഇൻറ്റു 5�2 എന്നും കിട്ടും. കിട്ടിയേ? ഒരു സ്റ്റെപ്പോടെ എഴുതണം. കാരണം ഇവിടെ 3 ഒരു തവണയേ ഉള്ളൂ, 5 ഒരു തവണയേ ഉള്ളൂ, 7 ഒരു തവണയേ ഉള്ളൂ. താഴെ 3 ഒരു തവണയേ ഉള്ളൂ, 7 ഒരു തവണയേ ഉള്ളൂ, 5 2 തവണയുണ്ട്. സോ അതൊരു നമുക്ക് റൂളായിട്ട് മാറ്റണം. അത് മാത്രം നമുക്കൊന്ന് ചെയ്യാം.
ബാക്കിയുള്ള അതുപോലെ അങ്ങ് എഴുതുമ്പം 3/5 ഇൻറ്റു 5/4 ഇൻറ്റു 7/3 താഴെയുള്ളവന്മാരെ അതുപോലെ ഇടുമ്പം 3/3ഉം 7/3 അതുപോലെ അങ്ങ് ഇടും. എന്നിട്ട് ഇവിടെയുള്ള 5ൻ്റെ സ്ക്വയർ ഇൻറ്റു 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂൾ ഇങ്ങനെ വായിക്കണം. a/m ഇൻറ്റു a/n എന്ന് പറഞ്ഞാൽ a/m+n. മനസ്സിലായ റൂള്? a/m ഇൻറ്റു a/n എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പഠിച്ച് a/m+n എന്ന് പറഞ്ഞാൽ പവർ കൂട്ടുമ്പോൾ 2ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 4 പിടി കിട്ടിയേ. ഇനി മുകളിലും താഴെയും കൂടെ നിങ്ങൾ നോക്കുമ്പം ഇവിടെ ഒരു 5/4 ഉണ്ട്, താഴെ 5/4 ഉണ്ട്. അതങ്ങ് വെട്ടിക്കളയണം. ഇവിടെ 7/3 ഉണ്ട്, താഴെ 7/3 ഉണ്ട്. അതും അങ്ങ് വെട്ടിക്കളയണം. സെയിം നമ്പർ ആണെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം. ഇനി മുകളിലുള്ള 3/5ഉം താഴെയുള്ള 3/3. മക്കളെ ഇതിൻ്റെ റൂൾ നിങ്ങൾക്ക് അറിയാം. റൂൾ എന്താ? a/m/a/n. a/m/a/n എന്ന് പറഞ്ഞാൽ a/m-n. m-n എന്ന് പറഞ്ഞാൽ 5-ന്ന് 3 കുറയ്ക്കണം. a/m-n എന്ന് പറഞ്ഞാൽ 5-ന്ന് 3 കുറയ്ക്കണം. അങ്ങനെ കുറയ്ക്കുമ്പോൾ 3/m-n 5-ന്ന് 3 കുറച്ചാൽ 2. 3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ഉത്തരം. ശരിയല്ലേ? 3/2 എന്ന് പറഞ്ഞാൽ 3ൻ്റെ സ്ക്വയർ 9. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ ആയിരിക്കും ഉത്തരം. ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്നങ്ങ് ചെയ്യും. ഇത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതത്തില്ല, പെട്ടെന്നങ്ങ് ചെയ്യും. നിങ്ങളത് നമ്മുടെ എക്സ്പോണൻസിൻ്റെ കൃത്യങ്കത്തിൻ്റെ കണക്കിനകത്തെ പാർട്ട് 4 കണക്ക് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് ഇതിലോട്ട് നോക്കിയാൽ മതി. ഇതിൽ നിന്ന് നമ്മളൊരു 6-7 കണക്ക് അവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത കണക്കിലേക്ക് പോകാം. നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം എങ്ങനെയാണ്? 2, 4, 6, 8, 10 എന്ന സംഖ്യാശ്രേണിയിൽ 20ാമത്തെ പദം കാണുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യം. ഇതാ ഇങ്ങനെയാണ്. 2, 4, 6, 8, 10 എക്സെട്ര ഈ ശ്രേണിയിലെ 20ാമത്തെ പദം എന്ന് വെച്ചാൽ ഇത് 1ാമത്തെ പദം, ഇത് 2ാമത്തെ പദം, ഇത് 3ാമത്തെ പദം, ഇത് 4ാമത്തെ പദം, ഇത് 5ാമത്തെ പദം. വേണമെങ്കിൽ നമുക്ക് എണ്ണിയെടുക്കാം 20ാമത്തെ പദം. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇക്വേഷൻ വെച്ച് ചെയ്യാം. a+n-1 ഡി കൊടുക്കുമ്പോൾ 20ാമത്തെ പദം എന്ന് പറഞ്ഞാൽ a+19 എന്ന് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ചെയ്യണ്ട. സിമ്പിളാണ്. ഇങ്ങനെ അങ്ങ് ചെയ്യണം. 1ാമത്തെ പദം 2, 2ാമത്തെ പദം 4, 3ാമത്തെ പദം 6, 4ാമത്തെ പദം 8, 5ാമത്തെ പദം 10. നിങ്ങൾക്ക് എന്തു മനസ്സിലായി? എല്ലാം ഇരട്ടിയല്ലേ? 1ാമത്തെ പദം 2, 1ൻ്റെ ഇരട്ടി 2. 2ാമത്തെ പദം എന്ന് പറഞ്ഞാൽ 2ൻ്റെ ഇരട്ടി 4. 3ാമത്തെ പദം എന്ന് പറഞ്ഞാൽ 3ൻ്റെ ഇരട്ടി 6. 4ാമത്തെ പദം എന്ന് പറഞ്ഞാൽ 4ൻ്റെ ഇരട്ടി 8. 5ാമത്തെ പദം എന്ന് പറഞ്ഞാൽ 5ൻ്റെ ഇരട്ടി 10. അങ്ങനെയാണെങ്കിൽ ചോദ്യം ചോദിക്കുന്ന 20ാമത്തെ പദം എന്ന് പറഞ്ഞാൽ 20ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 40 അല്ലേ? ഇത്ര അല്ലേ ഉള്ളു. വല്ലതും ചെയ്യാനുണ്ടോ? 1ാമത്തെ പദം 2 ആകുമ്പോൾ 1ൻ്റെ ഇരട്ടി, 2ാമത്തെ പദം 4 ആകുമ്പോൾ 2ൻ്റെ ഇരട്ടി, 3ാമത്തെ പദം 6 ആകുമ്പോൾ 3ൻ്റെ ഇരട്ടി, 4ാമത്തെ പദം 8 ആകുമ്പോൾ 4ൻ്റെ ഇരട്ടി, 5ാമത്തെ പദം 10 ആകുമ്പോൾ 5ൻ്റെ ഇരട്ടി. എന്നാൽ 20ാമത്തെ പദം 20ൻ്റെ ഇരട്ടി. 20ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 40. സോ ആൻസർ ഇസ് ഈക്വൽ ടു 40. ഓപ്ഷൻ എ ആയിരിക്കും ഉത്തരം. ഇത്രയൊക്കെ ചെയ്താൽ മതി, അല്ല മറ്റ് ഇക്വേഷൻ ഒന്നും വേണ്ട. ഇതായി എളുപ്പം. ക്ലിയർ? അടുത്ത കണക്കിലേക്ക് പോവാം. 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതൊരു ബോട്ട് മാസിൻ്റെ ചോദ്യമാണ്. പി എന്നത് പ്ലസും ക്യൂ എന്നത് മൈനസും ആർ എന്നത് ഇൻഡുവും എസ് എന്നത് ഡിവിഷനും ആയാൽ ഇത് എത്രയാണെന്ന് ചോദിച്ചത് അല്ലേ? നമുക്ക് ഇത്രയൊക്കെ ചെയ്താൽ മതി. വാല്യൂസ് കൊടുക്കാം, ബോട്ട് മാസ് കൊടുക്കാം. ബോട്ട് മാസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ബോട്ട് മാസ് റൂൾസ് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ബോട്ട് മാസ് എന്ന് പറഞ്ഞാൽ ഈ അടിസ്ഥാനത്തിലേക്ക് കൊടുക്കാവൂ. ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ്, പിന്നെ ഓഫ്. ഓഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓഫ് എന്നിങ്ങനെ എഴുതി കാണിക്കും. ഓഫ്. പിന്നുള്ളത് ഡിവിഷനാണ്, ഹരണം. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഗുണനം, അഡീഷൻ കൂട്ടാൻ, സബ്ട്രാക്ഷൻ കുറയ്ക്കാൻ. ഈ റൂളിലേ കൊടുക്കാവൂ. ഡിവിഷൻ കഴിഞ്ഞിട്ടേ മൾട്ടിപ്ലിക്കേഷനുള്ളൂ. അങ്ങനെ ആ റൂൾ അനുസരിച്ച് കൊടുക്കൂ. അതൊക്കെ നമുക്ക് എഴുതാം. ആദ്യം നമുക്ക് പിക്കും ക്യൂവിനും ആറിനും എസിനും പകരം സൈൻ കൊടുക്കാം. നമ്പരെല്ലാം കോപ്പി ചെയ്യാം. ഇവിടെ 20, അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 32. ആ സൈൻ ഇടാനുള്ള സ്ഥലം നമുക്ക് വിടാം. 32. അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 5, അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 10, അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 2. നമ്മൾ നമ്പറെല്ലാം ഇട്ടു. എന്നിട്ട് ഇവിടെ പി ആണ്. അന്നേരം പി എന്നത് പ്ലസ്, അന്നേരം പിക്ക് പകരം പ്ലസ്. അടുത്ത ഇവിടെ ക്യൂ ആണ്, അന്നേരം ക്യൂവിന് പകരം മൈനസ്, അന്നേരം ഇവിടെ മൈനസ്. അടുത്ത ഇവിടെ ആറാണ്, ആറിന് പകരം ഇതാണ്ട് 6 എന്ന് പറഞ്ഞാൽ ഇൻറ്റു, അന്നേരം ഇവിടെ ഇൻറ്റു. അടുത്ത ഇവിടെ എസ് ആണ്, എസ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ, സോ ഇവിടെ ഡിവിഷൻ. കിട്ടിയല്ലോ? ഇത്രയേ ഉള്ളൂ. ഇനി ഇതങ്ങ് സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യുമ്പം നമുക്ക് ഇങ്ങനെ അങ്ങ് ചെയ്യാം. സൈൻ നോക്കണം. പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. സോ ആദ്യം ചെയ്യേണ്ട ഏതാ? ഡിവിഷൻ. ഫസ്റ്റ് ചെയ്യേണ്ട ഡിവിഷനാണ്. സോ ആദ്യം ഡിവിഷൻ ചെയ്യുമ്പോൾ ഈ 10/2 അങ്ങ് ചെയ്യണം. ബാക്കിയെല്ലാം അവിടെ നിൽക്കട്ടെ, അത് മാത്രമേ ചെയ്യൂ. ബാക്കിയെല്ലാം അവിടെ നിർത്താം. 20 പ്ലസ് 32 മൈനസ് 5 ഇൻറ്റു ഇല്ലേ? ബാക്കിയെല്ലാം അതുപോലെ ഇടണം. എല്ലാം ഇട്ട്
കേട്ടോ. അത് മാത്രം ചെയ്യുമ്പോൾ ഇത് 10/2. 10/2 എന്ന് പറഞ്ഞാൽ 5 കഴിഞ്ഞല്ലോ. സോ ഡിവിഷൻ കഴിഞ്ഞ് ഇനിയുള്ള സൈൻ നോക്കണം. പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ആദ്യം ചെയ്യേണ്ട ഏതാ? മൾട്ടിപ്ലിക്കേഷനാണ്. സോ ഇനി മൾട്ടിപ്ലിക്കേഷൻ മാത്രം ചെയ്യണം. ബാക്കിയെല്ലാം അതുപോലെ അങ്ങ് ഇടുമ്പോൾ ഇങ്ങനെ ഇടും. 20 പ്ലസ് 32 മൈനസ് അതുപോലെ ഇട്ട്. ഇനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 5നെ കൊണ്ട് 5 ഗുണിക്കുമ്പം 25 കിട്ടിയല്ലോ. ആദ്യം കഴിഞ്ഞു. ഇനി എന്തോ ചെയ്യണ്ടേ? അഡീഷനാണ്. സൈൻ ഏതൊക്കെയാണ്? പ്ലസ് മൈനസും അല്ലേ. സോ അഡീഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ഉള്ള കൂട്ടണം. പ്ലസ് ഉള്ള ഇത് രണ്ടും കൂടെ കൂട്ടും. 32ൻ്റെ കൂടെ 20 കൂട്ടിക്കഴിഞ്ഞാൽ 32 പ്ലസ് 20 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പ്ലസ് ഇപ്പുറമായിരിക്കും നിൽക്കുന്നത്. എന്നാലും നമ്മൾ ഈ പ്ലസ് തമ്മിൽ കൂട്ടിയിട്ട് മൈനസ് കുറച്ചാൽ മതി. പ്ലസ് അപ്പുറം നിന്നാലും കുഴപ്പമൊന്നുമില്ല. പ്ലസ് തമ്മിൽ കൂട്ടിയിട്ട് മൈനസ് കുറയ്ക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ 32ൻ്റെ 20 കൂട്ടണം. പ്ലസ് 32ൻ്റെ 20 കൂട്ടിക്കഴിഞ്ഞാൽ 52 കിട്ടും. സോ 52 എന്ന് എന്ത് കുറയ്ക്കണം? 25 കുറയ്ക്കണം. 52 ബാക്കിയുള്ള മൈനസ് 25. 52 25 കുറച്ചാൽ മതി. 52 25 കുറച്ചാൽ എത്ര കിട്ടും? 27 കിട്ടും. വളരെ സിമ്പിളാണ്. നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. 27 നമ്മുടെ ഈ കണക്കിൻ്റെ ഉത്തരം. എല്ലാവർക്കും ഇത് ഓക്കെ ആയിരിക്കും, ഷുവറാണ്. ക്ലിയർ. ഇനി നമുക്ക് അടുത്ത കണക്കിലേക്ക് പോവാം. നമ്മുടെ അവസാനത്തെ ചോദ്യം 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ക്യൂവിൽ കേഷ് പിന്നിൽ നിന്ന് 10ാമതും മുന്നിൽ നിന്ന് 8ാമതും ആണെങ്കിൽ ക്യൂവിലാകെ എത്ര പേരുണ്ട്? എത്ര പേര് ക്യൂവിലുണ്ട് അല്ലേ? ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ക്യൂവിൻ്റെ ക്വസ്റ്റ്യൻ. ഒരു ക്യൂവിൽ കേഷ് നിൽക്കുന്നത് പിന്നിൽ നിന്ന് 10ാമത്തെ ആളാണ്, മുന്നിൽ നിന്ന് 8ാമത്തെ ആൾ, ശരിയല്ലേ? എന്നാൽ ആകെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ മുമ്പിൽ നിന്നും പുറകിൽ നിന്നുള്ള സ്ഥാനം തന്നിട്ട് മുമ്പിൽ നിന്നും 10ാമത്, പുറകിൽ നിന്ന് 8ാമത് അല്ലേ? അല്ല, തിരിച്ചാ. എങ്ങനായാലും പിന്നിൽ നിന്ന് 10ാമതും മുന്നിൽ നിന്ന് 8ാമത് എങ്ങനെ പറഞ്ഞാലും ശരി, മുന്നിൽ നിന്നും പിന്നിൽ നിന്നുള്ള സ്ഥാനം തന്നിട്ട് ആകെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒന്നും കുറച്ചാൽ മതി. സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. മുമ്പിൽ നിന്നും പുറകിൽ നിന്നുള്ള സ്ഥാനം തന്നിട്ട് ആകെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ രണ്ടും കൂടെ കൂട്ടിയിട്ട് 1 കുറയ്ക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 10ൻ്റെ കൂടെ 8 കൂട്ടുമ്പോൾ 18. 1 കുറയ്ക്കണം. 1 കുറയ്ക്കും. 18 1 കുറച്ചാൽ 17. കാരണം മുമ്പിൽ നിന്നും പുറകിൽ നിന്നും കേശൻ നമ്മൾ എണ്ണുന്നുണ്ട്. മുമ്പിൽ നിന്ന് 10ാമത്തെ ആളായിട്ടും പുറകിൽ നിന്ന് 8ാമത്തെ ആളായിട്ടും കേശൻ എണ്ണുന്നുണ്ട്. അങ്ങനെ എണ്ണണ്ട, ഒരു തവണ എണ്ണിയാൽ മതി. സോ അതുകൊണ്ട് 1 അങ്ങ് കുറയ്ക്കണം. 2 തവണ എണ്ണണ്ട, ഒരു തവണ എണ്ണിയാൽ മതി. അതുകൊണ്ട് 1 കുറയ്ക്കണം. എന്ന് വെച്ചാൽ മുമ്പിൽ നിന്നും പുറകിൽ നിന്നുള്ള സ്ഥാനം ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 1 കുറയ്ക്കണം. 18 1 കുറച്ചാൽ 17 കിട്ടും. ഓപ്ഷൻ ബി ആണ്. 17 ആയിരിക്കും ഈ കണക്കിൻ്റെ ഉത്തരം. ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്യേണ്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അസിസ്റ്റന്റ് ടൈം കീപ്പറിൻ്റെ മാത്സിനകത്തെ 10 ചോദ്യോത്തരങ്ങളായിരുന്നു. ബുദ്ധിമുട്ടില്ലാത്ത കണക്കിൻ്റെ സ്ഥിരം ചോദിക്കുന്ന ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 10 ചോദ്യങ്ങളായിരുന്നു. ഒരു അക്ഷരശ്രേണിക്കകത്ത് ഒരു ആൽഫബറ്റ് സീരീസിൻ്റെ ചോദ്യം മാത്രമാണ് ഒരു ഇത്തിരിയെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളത്. അത് തന്നെ അതിൻ്റെ ഉത്തരം തരുമെന്ന് നമുക്ക് ഉറപ്പില്ല, തരാനും ചാൻസ് ഉണ്ട്. നമ്മളതിൻ്റെ രീതി പറഞ്ഞിരുന്നല്ലോ. എന്നിരുന്നാലും നോക്കുക, ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ഉടൻ തന്നെ ചെയ്യുക. കുറേ അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ചാനലിൽ വർക്കൗട്ട് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്